കൊണ്ടുനടത്താനുള്ള ആ ഒരു കൃപ അദ്ദേഹത്തിന് വളരെ കൂടുതലായിട്ടുണ്ട്. ഞങ്ങളടുത്ത സ്നേഹിതരാണ്, നമ്മുടെ അയൽപക്ക രൂപതക്കാരനാണ്. വളരെ സിമ്പിളായിട്ടുള്ള ശാലീനതയുള്ള ആബേലിൻ്റെ മുഖം പോലെ മുഖമുള്ള അച്ഛനാണ് പറഞ്ഞത്. എപ്പോഴും അച്ഛനെ തോന്നിയിട്ടുള്ളതാണ് നിഷ്കളങ്കതയുടെ ദൈവവചനത്തിൻ്റെ ഗ്രേസ്ഫുള്ളായിട്ടുള്ള ആ മുഖമാണ്. ആ മുഖത്തിലൂടെയാണ് നമ്മൾ ഈശോയെ കാണുന്നത്, ദൈവവചനം കേൾക്കുന്നത്. നമ്മൾ ഭാഗ്യപ്പെട്ടവരാണ് ഈ ദിവസങ്ങളിലെല്ലാം. അച്ഛനും അച്ഛൻ്റെ സഹപ്രവർത്തകരായ വൈദികരും മായക്കാരും എല്ലാം ഇവിടെയുണ്ട്. വലിയ കൃപകളുടെ മണിക്കൂറുകളാകട്ടെ എന്ന് ഓർക്കുന്നു. അച്ഛനെ ഞാനും പ്രധാനത്തിനോട് ചേർന്ന് ഹൃദയപൂർവ്വം നിങ്ങളെല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യും. രൂപതാ കുടുംബം ഒത്തൊരുമിച്ച് വചനം ശ്രവിച്ച് കുമ്പസാരിച്ച് ബലിയർപ്പിച്ച് കൃപാപൂരിതനാകുന്ന കൃപാഭിഷേകത്തിന്റെ ശുശ്രൂഷകൾക്ക് തിരിതെളിക്കപ്പെടുന്നു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ വചനാശ്രവണം 100 മേനി വിളവ് നൽകാൻ അനുഗ്രഹദായകനായ ദൈവത്തോട് ഈ നിമിഷം പ്രാർത്ഥിക്കാം. മോൺസിഞ്ഞോർ ജോസഫ് തടപ്പിലച്ച, വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസഫ് മലയപ്പുറത്തച്ച, മോൺസിഞ്ഞോർ ജോസഫ് പാലാ രൂപത ഇവാഞ്ചലൈസേഷൻ കരിസ്മാറ്റിക് കുടുംബ കൂട്ടായ്മ ഓൾ ഇന്ത്യസ് ഭാരതം പാലാ രൂപത ബൈബിൾ കൺവെൻഷന് തിരിതെളിയുകയാണ്. പാലാ രൂപതയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളുമായി നടത്തപ്പെടുന്ന ഈ മഹാകൺവെൻഷൻ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും ഇടവകകളിലും രൂപത മുഴുവനിലും മനസ്സത മുഴുവൻ്റെയും കൂട്ടായ പരിശ്രമമാണ്. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും നൽകി ഇതിന്റെ കൂടെയായിരിക്കുന്ന പ്രോട്ടോസിഞ്ചലോസ് മോൺസിഞ്ഞോർ ജോസഫ് തടത്തിലച്ചൻ, വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസഫ് മലയപ്പുറമ്പിൽ, മോൺസിഞ്ഞോർ ജോസഫ് അണിയോടിക്ക് എന്നിവർക്ക് ഏറ്റവും കൃത്യമായ സ്വാഗതം. ഈ പന്തലിന്റെ പരിസരങ്ങളുടെ ലൈറ്റ് സൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ബഹുമാനപ്പെട്ട മുകളേപ്പറമ്പിൽ ജോസഫ് അച്ഛനും റവറൻഡ് ഡോക്ടർ പുന്നത്താനത്തുനിൽ ഷാജി അച്ഛനും നമ്മോടൊപ്പം ഉണ്ട്, ജനറൽ കൺവീനിയേഴ്സ് ആയിട്ട്. അങ്ങനെ ഈ പ്രഗത്ഭരായിട്ടുള്ള നിസ്വാർത്ഥമതികളായിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികരുടെയും അൽമാരുടെയും ഒക്കെ അകമഴിഞ്ഞം നന്നായിട്ട് ഹൃദയത്തിൽ പോലീസ് അധികാരികളുടെ ഭാഗത്തൊക്കെ നമുക്ക് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം 101 പേരടങ്ങുന്ന ഒരു വിവിധ ഇടവകളിൽ നിന്നും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും മക്കളെ, നമ്മൾ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് കഠിനാധ്വാനം ചെയ്ത് ഈ ദിവസത്തിൽ എത്തിയിരിക്കുകയാണ്. മംഗള വാർത്തയുടെ പ്രത്യേകമായിട്ടുള്ള ചിന്തകളിലൂടെ നമ്മളുടെ സഭ തിരുപ്പിറവിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന്
എത്തിക്കുന്ന ആചാര്യന്മാരെ കുറിച്ചുള്ള വായനകളായിരുന്നു നമുക്ക് നൽകിയത്. എല്ലാൻ്റെ കൃപയെ കുറിച്ചുള്ള കാര്യവുമില്ല. മംഗളവാർത്തയിൽ അത്ഭുതകരമായ വിസ്മയകരമായ യേശയ്യായെ പോലെയെല്ലാം വലിയ സ്ഥാനം തിരുസഭയിൽ സ്വീകരിച്ചു നിൽക്കുന്ന ആളാണെന്ന് നമുക്കറിയാം. യോസഫിന്റെ കിനാവുകൾ കാണാൻ നമുക്ക് കഴിയണം. സംശയലേശമിന്റെ കുടുംബ ബന്ധങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം. യോസഫിനോട് പ്രാർത്ഥിച്ചാൽ ദൈവം ഒന്നും ഉപേക്ഷിച്ച് കളയുകയില്ല. ഇറ്റലിയിൽ കൊറോണയിൽ ഒരു കുടുംബം മറിയൽസേപ്പിനോട് മാത്രമേ അവർ മധ്യസ്ഥം പ്രാർത്ഥിക്കുമായിരുന്നുള്ളൂ. നമ്മൾ അൽഫോൻസാമയോട്, കുഞ്ഞച്ചനോട്, ചാവറപ്പുണ്ണിമാനോട് ഒക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ ആ കുടുംബം യോസഫിനോട് മാത്രമേ മധ്യസ്ഥം പ്രാർത്ഥിക്കുകയുള്ളൂ. അവരാണ് ആ ഐക്യന്റെ നടുവിൽ എഴുതിയിരിക്കുന്നത്. The paradise that is within the cave. ഗുഹയ്ക്ക് ഉള്ളിലെ പർദീസ അല്ലെങ്കിൽ സ്വർഗം. അതാണല്ലോ തിരുപ്പിറവിയുടെ കാതലായിട്ടുള്ള യാഥാർത്ഥ്യം. ഈ പ്രപഞ്ചം എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് മറിയത്തിനും